നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. അയ്യപ്പ ഭക്തരെ വീണ്ടും വെല്ലുവിളിച്ച് ബിന്ദു അമ്മിണി. സർക്കാർ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപനം. സർക്കാർ നീക്കം ഭക്തരെ കൊള്ളയടിക്കാനെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. ഭക്തരോട് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം തിരുത്തണമെന്ന് SGR കുമാർ. കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. യുവതിയെ മർദ്ദിച്ചതിന്റെ തെളിവുകൾ പോലീസിന്. റമീസിന്റെ വീട്ടുകാരെയും പ്രതി ചേർക്കും. ലവ് ജിഹാദ് ക്രൂരത പുറം ലോകത്തെ ആദ്യം അറിയിച്ചത് ജനം TV. ജനം ഇംപാക്ട്. കൊട്ടാരക്കര മതമാറ്റ ശ്രമത്തിൽ പോലീസ് അന്വേഷണം ഇഴയുന്നു. മണ്ണാർക്കാട് ക്ഷേത്രത്തിലെ ജിഹാദി ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന. കൂടുതൽ പ്രതികളുണ്ട് എന്ന് ക്ഷേത്ര കമ്മിറ്റി. വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യം. തിരുവനന്തപുരത്ത് നായയെ അടിച്ചുകൊന്ന യുവാക്കൾ കസ്റ്റഡിയിൽ. പിടിയിലായത് പന്തലക്കോട് സ്വദേശികളായ താരിഫും യാസിനും. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം അന്വേഷിക്കും. കാന്തപുരത്തെ തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമമെന്ന് ഫത്ത മഹ്ദി. കാന്തപുരമോ ഷെയ്ഖ് ഹബീബ് ഉമറോ തങ്ങളുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. ഫേസ്ബുക്കിൽ മലയാള മാധ്യമ വാർത്തകളടക്കം പങ്കുവച്ച് വെല്ലുവിളി. ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളിക്കായി ലുക്കൌട്ട് നോട്ടീസ്. റാപ്പർ വേടൻ വിദേശത്തേക്ക് കടന്നേക്കുമെന്ന് പോലീസ്. നീക്കം കേസെടുത്ത് 2 ആഴ്ചയ്ക്ക് ശേഷം. പാകിസ്ഥാനെതിരെ അടുത്ത യുദ്ധം പ്രതീക്ഷിക്കുന്നുവെന്ന കരസേനാ മേധാവി. സൈനികർ മാത്രമല്ല, രാജ്യം ഒരുമിച്ച് പോരാടും. യുദ്ധത്തിൽ വിജയിച്ചെന്ന പാക് വാദത്തെ പരിഹസിച്ച് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഗാസയിൽ മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരത. 5 അൽ ജസീറ മാധ്യമപ്രവർത്തകരെ വധിച്ച ഇസ്രയേൽ. ഗാസയിലെ ജനത മുഴുപട്ടിണിയിലെന്ന വാർത്ത വാസ്തവവിരുദ്ധമെന്ന് നെതന്യാഹു. സൈനിക നടപടി ഉടനെന്നും പ്രഖ്യാപനം. വാർത്തകൾ വിശദമായി നോക്കാം. പമ്പയിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്ന സർക്കാരിന് ഭക്തരോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല യുവതി പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ. ശരണം വിളിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ ഒന്നും പിൻവലിക്കാതെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് കാപട്യമാണ്. സർക്കാരിന് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഭരണഘടനാപരമായ അവകാശം ഇല്ലെന്നും അദ്ദേഹം ജനം TVയോട് പറഞ്ഞു. അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും തീരുമാനത്തിനെതിരെ നിശിതമായ വിമർശനമാണ് ശബരിമല കർമ്മസമിതി ഉന്നയിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിന് ഇപ്പോഴും അനുകൂലമായ നിലപാടാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിക്കുന്നത്. അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിൽ എന്തെങ്കിലും തരത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ രീതിയിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം ദേവസ്വം ബോർഡും സർക്കാരും തിരുത്തണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ ആരോപിച്ചു. അവർക്ക് യഥാർത്ഥ ഭക്തനോടൊപ്പമാണ്, അതല്ലെങ്കിൽ ശബരിമല വിശ്വാസത്തെ സംരക്ഷിക്കണം, അതല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായ ഒരു നടപടിയാണ് അങ്ങനെങ്കിലും തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആദ്യം ചെയ്യേണ്ടത് ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം മാറ്റി ഈ യുവതി പ്രവേശനത്തിനെതിരാണെന്നും അവിടെ യുവതി പ്രവേശനം പോലുള്ള കാര്യങ്ങൾ നടന്നാൽ അത് വിശ്വാസ ലംഘനമാകുമെന്നും അതിനൊരിക്കലും ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടതിയുടെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ അതേപോലെ സത്യവാങ്മൂലം ദേവസ്വം ബോർഡും കൊടുക്കണം. അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള സർക്കാർ തീരുമാനം ഭരണഘടനാ ലംഘനമാണ്. വിശ്വാസി സമൂഹം എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയെന്നും ഈ സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡും നയം വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഈ വിശ്വാസി സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അവിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ശബരിമല നമ്മൾ കണ്ടു, പല ആളുകളെയും അവിടെ പോലീസ് അകമ്പടിയോടെ കയറ്റാൻ ശ്രമിച്ചവർ ഇക്കൂട്ടർ, അതല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ, ഇതെല്ലാം നമുക്കറിയാം. മനീതി സംഘം,
ഇത്തരത്തിൽ അവിടെ കടന്നു കയറാൻ ശ്രമിച്ചവരും അതുപോലെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിഗൂഢ ശക്തികളും തീവ്രവാദികളും എല്ലാം ആയിരിക്കും ഒരു കൂട്ടായ്മ. അതല്ലാതെ ഒരൊറ്റ അയ്യപ്പ വിശ്വാസിയും ഈ അവിശ്വാസികളായ ഈ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കൂടെ ഇത്തരത്തിലൊരു യോഗത്തിന് വരില്ല എന്നുള്ള പരമപ്രധാന ഒരു വിഷയമാണ്. നാമം ജപിച്ചതിന്റെ പേരിൽ ഭക്തർക്കെതിരെ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത്. അത് പിൻവലിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി എ വിരുദ്ധ സമരമൊക്കെ നടന്ന സമയത്ത് അന്ന് പല വിഭാഗങ്ങളുടെ പേര് കേസൊക്കെ വന്നപ്പോൾ അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ അവരെ മാത്രമായിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ശബരിമലയിൽ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്ന ആളുടെ പ്രക്ഷോഭത്തിനെതിരെ എടുത്ത കേസുകളും പിൻവലിക്കും എന്ന് കേരള സർക്കാർ തീരുമാനിച്ചു. നമുക്കൊക്കെ അറിയാം, പത്രമാധ്യമം വന്നാണ്. പക്ഷേ ഇന്നേ ദിവസം വരെ അത്തരത്തിൽ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല. ജനം, കൊച്ചി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമം പണം പിരിക്കാനുള്ള തട്ടിക്കൂട്ടാണ് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. അയ്യപ്പ ഭക്ത സംഗമമല്ല നടത്തുന്നത് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഗമമാണ് നടത്താൻ പോകുന്നത് എന്നും സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ആരോപിച്ചു. അയ്യപ്പ ഭക്തരെ കൊള്ളയടിക്കാനുള്ള പദ്ധതി അനുവദിക്കില്ലെന്നും വിജി തമ്പി ജനം ടിവിയോട് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ഹൈന്ദവ സംഘടനകളെയോ സന്യാസി വര്യന്മാരെയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അറിയിച്ചിട്ടില്ലെന്നാണ് ഉയരുന്ന ആരോപണം. അയ്യപ്പ ഭക്ത സംഗമമല്ല നടത്തുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഗമമാണ് നടത്താൻ പോകുന്നതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി പറഞ്ഞു. അയ്യപ്പ ഭക്തി സംഗമം എന്ന് പറയാൻ പറ്റില്ല. അതൊരു CPM സംഗമം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അയ്യപ്പ ഭക്തർ, യഥാർത്ഥ അയ്യപ്പ ഭക്തർ ആരാണ്? ഈ ദേവസ്വം ഭരിക്കുന്ന ആൾക്കാർ പോലും അയ്യപ്പ ഭക്തരല്ലല്ലോ. അല്ലെങ്കിൽ ഈ സർക്കാർ അയ്യപ്പ ഭക്തിയുള്ളവരാണോ? അയ്യപ്പ വിശ്വാസികളാണോ കേരളം ഭരിക്കുന്ന സർക്കാർ? ഇനി ദേവസ്വം ബോർഡിൽ ഭരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അയ്യപ്പ ഭക്തിയുള്ളവരാണോ? എങ്ങനെയൊക്കെ പൈസ അടിച്ചു മാറ്റാമെന്നുള്ളത് കഴിഞ്ഞിട്ട് ആർക്കാണ് ഇവിടെ ഭക്തി? ആരാണ് ഇവിടെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കുന്നത്? ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രധാന ചുമതല എന്താണ്? ഒരു ക്ഷേത്രത്തിലെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിക്കുക, ആ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, ആ ഭഗവാന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ദേവസ്വം ബോർഡിൻ്റെ പേരിൽ പാവപ്പെട്ട ഭക്തരിൽ നിന്നും പണം പിടുങ്ങുക. എരുമേലിയിൽ പള്ളിയും അമ്പലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാല നിർമ്മാണം അനുവദിക്കില്ലെന്നും വിജി തമ്പി കൂട്ടിച്ചേർത്തു. എരുമേലിയിലെ കൊച്ചമ്പലത്തിൽ നിന്നും അവിടുത്തെ നൈനാർ മസ്ജിദിലേക്ക് ഒരു മേൽപ്പാലം ഒരു അമ്പലത്തെയും ഒരു പള്ളിയെയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും? അമ്പലത്തിലെ ആചാരങ്ങളാണോ പള്ളിയിലെ ആചാരം? അപ്പോൾ അമ്പലവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്നതിന് തെറ്റല്ലേ? ഒരു അമ്പലത്തിൽ അത് ദേവപ്രശ്നം വയ്ക്കാതെ അല്ലെങ്കിൽ ഭഗവാന്റെ ഹിതം അറിയാതെ എങ്ങനെ ഒരു മേൽപ്പാലം നിർമ്മിക്കാൻ കഴിയും? അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ശക്തിയുക്തം ചെറുക്കും മേൽപ്പാലം നിർമ്മിച്ചാൽ അത് പൊളിക്കും, ഒരു സംശയവും വേണ്ട. പണം പിരിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ അയ്യപ്പ ഭക്ത സംഗമം ഭക്തർ തിരിച്ചറിയുമെന്നും വിജി തമ്പി പറഞ്ഞു. ജനം, തിരുവനന്തപുരം. സർക്കാരും ദേവസ്വം ബോർഡും പമ്പയിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ബിന്ദു അമ്മിണി. ഫേസ്ബുക്കിലൂടെയാണ് ബിന്ദു അമ്മിണിയുടെ വെല്ലുവിളി. സർക്കാർ പിന്തുണയോടെ കനത്ത പോലീസ് സുരക്ഷയിൽ ശബരിമലയിലെ പവിത്രമായ ആചാരം ലംഘിക്കാൻ ശ്രമിച്ചയാളാണ് ബിന്ദു അമ്മിണി. തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികളുടെ അഴിമതി. 2.79 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടമാണ് ചേരുന്നത്. അഖിൽ, 2.2 കോടിക്ക് മേലെയാണ് തട്ടിപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത്. 2.79 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ജനം ടിവിക്ക് ലഭിച്ചത്. ഓഡിറ്റ് റിപ്പോർട്ടാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അഖിൽ പാലോട്ടുമടമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കിടവള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന
തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയ സംസ്ഥാന ഓഡിറ്റിംഗ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് 2.79 കോടി രൂപയുടെ അഴിമതിയാണ്, ക്രമക്കേടാണ് പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും നടന്നിരിക്കുന്നത് മെറ്റീരിയൽ വർക്കുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഇതിന്റെ ക്രമക്കേട് നടക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് സാധനം സപ്ലൈ ചെയ്യുന്ന വണ്ടർമാർ തന്നെ വർക്കുകളും ചെയ്യുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എ ബുക്ക് അനുസരിച്ച് രേഖപ്പെടുത്തേണ്ട രേഖകൾ പോലും അനുസരിച്ചല്ല ഈ തുകകൾ അനുവദിച്ചു നൽകിയതും. ഭൂരിപക്ഷം വർക്കുകളിലും ഏകദേശം 2 ടെൻഡർ മാത്രമാണ് പഞ്ചായത്ത് സ്വീകരിക്കുകയും അതിലൊരാൾക്കാണ് ഇത്തരത്തിൽ വകുപ്പ് ഈ വർക്കുകൾ കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അപക്വമായ രീതിയിലെ ഈ പെരുമാറ്റത്തിലൂടെ ഏകദേശം 2.9 കോടി രൂപ തൊഴിലുറപ്പ് ഫണ്ടിലും 39,000 രൂപ സർക്കാരിനും നഷ്ടമായിട്ടുണ്ട് എന്നതാണ് ഓഡിറ്റ് കണക്കുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തുക ഇത്തരത്തിൽ ക്രമക്കേട് നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ പെശകു നടത്തിയവരിൽ നിന്ന് തന്നെ കണ്ടുകെട്ടണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഓംബുഡ്സ്മാൻ ജില്ലാ പ്രോഗ്രാം ഓഡിറ്റർക്ക് തൊഴിലുറപ്പിന്റെ ഓംബുഡ്സ്മാൻ ഓഡിറ്റർക്ക്, അതായത് തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നടന്നിട്ടുള്ള ക്രമക്കേട്, കോടികളുടെ ക്രമക്കേട് ആയതുകൊണ്ട് തന്നെ ഒരു വിജിലൻസ് അന്വേഷണം, സംസ്ഥാനത്ത് ഒരു വിജിലൻസ് അന്വേഷണവും ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനമായ ആവശ്യമായ ഒരു ശുപാർശയായി ഓംബുഡ്സ്മാൻ നൽകുന്ന ഒരു നിർദ്ദേശം. ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തന്നെ കോടികളുടെ അഴിമതിയാണ് പഞ്ചായത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതും. എന്തായാലും വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നടക്കം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഉയരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ അരങ്ങേറാൻ തന്നെയാണ് സാധ്യത. വരുമ്പോൾ ഈ ഭരണസമിതി ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? അതായത് വലിയ തട്ടിപ്പാണ്, സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കേണ്ട പല രീതിയിൽ ലഭിക്കേണ്ട പദ്ധതികളാണ്, ആ രീതിയിലാണ് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ ഭരണസമിതി എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? പറയുന്നത് ചില മുൻകരുതലുകൾ എടുത്തതിന്റെ ഭാഗമായ അപക്വമായ രീതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നഷ്ടം സംഭവിച്ചത്. അത് മനഃപൂർവ്വമല്ലാത്ത അപക്വമായ രീതിയിലുള്ള ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പെശക് സംഭവിച്ചത് എന്നതാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചിട്ടില്ല. എന്തായാലും വലിയ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. കാരണം തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സാധാരണ വീട്ടമ്മമാരെ സംരക്ഷിക്കുക എന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അത് ബോധപൂർവമായി ചില ഗ്രാമപഞ്ചായത്തുകളിൽ മെമ്പർമാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം 2.79 കോടി രൂപ എന്ന് പറയുമ്പോൾ 3 കോടിയോളം രൂപയുടെ അടുത്തേക്ക് എത്തുകയാണ് ആ ഫണ്ടിലുണ്ടായ തിരിമറി. അത് ടെൻഡർ നൽകുന്ന കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ ആ ടെൻഡർ സാമഗ്രികൾ സപ്ലൈ ചെയ്യുന്ന വെണ്ടർമാർക്ക് തന്നെ ആ പദ്ധതി, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ചില തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ക്രമം എന്ന് പറയുന്നത് തന്നെ ആ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റെടുക്കുന്ന സ്ഥലത്തെ മുഴുവൻ പണികളും ആ തൊഴിലുറപ്പ് സ്ത്രീകൾ അല്ലെങ്കിൽ തൊഴിലുറപ്പ് ജീവനക്കാർ ചെയ്യണമെന്നാണ്. ചില കട്ടിയായ വർക്കുകൾ വരുമ്പോൾ ചില കോൺട്രാക്ടർമാരൊക്കെ പ്രാദേശികമായി പഞ്ചായത്തിൽ നിന്ന് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ചില കോൺട്രാക്ടർമാരൊക്കെ തന്നെ അതിലിടപെടുകയും ആ കോൺട്രാക്ടർമാർ തുക വകമാറ്റി എടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും ഒക്കെ സ്വാധീനത്താൽ അങ്ങനെ തട്ടിയെടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതികളും ആയി വരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പെരിങ്ങടവിള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിലാണ് 3 കോടിയോളം രൂപ അടുപ്പിച്ചു വരുന്ന 2.79 കോടി രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേട് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്നത്. അഖിൽ, വാർത്തകൾ തുടരുന്നു. ഉത്തർപ്രദേശിൽ ഫത്തേപൂരിൽ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സമൂഹം. ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച സ്ഥലത്ത് ആരാധന നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സമൂഹം പ്രതിഷേധിച്ചു. സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, സ്ഥലത്ത് വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത മുന്നിലുണ്ട് എന്ന് തോന്നുന്നു. കാരണം അത്രയേറെ ഹിന്ദു സമൂഹമാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ?
രാഖി, ഉത്തർപ്രദേശിൽ ഫത്തേപൂരിൽ സദർ തഹസിൽ അബൂനഗർ മേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചെറിയ സംഘർഷവും ഒപ്പം ആരാധനാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ആരാധനയ്ക്ക് അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സമൂഹം വലിയ പ്രതിഷേധം ആരംഭിച്ചിട്ടുള്ളത്. അബൂനഗറിൽ സ്ഥിതി ചെയ്യുന്ന നവാബ് അബ്ദുസമദിൻ്റെ ശവകുടീരമാണ്. അത് പൊളിച്ചു നീക്കണമെന്നും ആ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് മുകളിലാണ് എന്നുള്ളതാണ് പ്രദേശവാസികളും ഒപ്പം അവിടെയുള്ള ഹിന്ദു സംഘടനാ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും ആവശ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ ഈ ശവകുടീരത്തിൻ്റെ സമീപം എത്തുകയും ആ കെട്ടിടത്തിന് മുകളിൽ കാവിക്കൊടി നാട്ടുകയും അവിടെ ആരാധനയ്ക്ക് അവകാശം നൽകണം, അവിടെ പൂജ ആരംഭിക്കും എന്ന പ്രഖ്യാപനമാണ് ഹിന്ദു സംഘടനാ നേതാക്കളും ഒപ്പം ഹൈന്ദവ വിശ്വാസികളും നടത്തിയിട്ടുള്ളത്. അതിന് തെളിവായും ഹിന്ദു സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഈ നിർമ്മിതിക്കുള്ളിൽ താമരപ്പൂവും ഒപ്പം തൃശൂലവും ഉൾപ്പെടെയുള്ള ഹൈന്ദവ ആരാധനാ ബിംബങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു മുസ്ലിം ശവകുടീരത്തിനുള്ളിൽ തൃശൂലം വരിക എന്ന ചോദ്യമാണ് ഈ ഹൈന്ദവ സമൂഹം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ആ കെട്ടിടം മുൻപ് ക്ഷേത്രമായിരുന്നു, അത് ശിവക്ഷേത്രമായിരുന്നു, അത് ഹൈന്ദവ ആരാധനയ്ക്ക് വിട്ടു നൽകണമെന്ന ആവശ്യമാണ് ഹൈന്ദവ വിശ്വാസികൾ മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ നിലവിൽ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ആ കെട്ടിടവും അതിൻ്റെ സമീപ പ്രദേശവും പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ വിഷയം കോടതിയിലേക്കും നിയമ നടപടികളിലേക്കും പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഹിന്ദുമത വിശ്വാസികളും പ്രദേശത്ത് വലിയ രീതിയിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു വലിയ സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലുകളിൽ ജില്ലാ മജിസ്ട്രേറ്റ് സംഭവ സ്ഥലത്തെത്തുകയും അവിടെ വലിയ പോലീസ് വിന്യാസം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അധികാരികൾ എത്രയെല്ലാം തടഞ്ഞാലും ആ കെട്ടിടത്തിനുള്ളിൽ പൂജ ആരംഭിക്കും എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഹിന്ദു സമൂഹം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രദേശത്ത് സംഘർഷ സാധ്യതയുണ്ട്. പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വിഷയം കോടതിയിലേക്ക് എത്താനാണ് സാധ്യത. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻപ് മുഗൾ ഭരണകാലത്ത് രാജ്യത്തിന് അകത്തുണ്ടായിരുന്ന വിവിധ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടോ അത് നശിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഇത്തരത്തിൽ മസ്ജിദുകളും ശവകുടീരങ്ങളും പണിതതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ, പുണ്യനഗരങ്ങൾ കാശിയും മധുരയും അയോധ്യയും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ പുണ്യ കേന്ദ്രങ്ങളിലുള്ള അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾ ഹിന്ദു ആരാധനയ്ക്ക് വിട്ടു നൽകണം എന്നുള്ളതാണ് ഹൈന്ദവ സമൂഹം ആവശ്യപ്പെടുന്നത്. രാഖി, ജിഷ്ണു, ഉത്തർപ്രദേശിൽ ഫത്തേപൂരിലാണ് ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സമൂഹം പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച സ്ഥലത്ത് ആരാധന നടത്തണം, അതിനുള്ള സൗകര്യം തരണം, ഇതാണ് ആവശ്യം. സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോതമംഗലത്ത് 23-കാരി സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. റമീസ് സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത്. റമീസിന്റെ വീട്ടുകാരെയും ഉടൻ പ്രതി ചേർക്കും. റമീസ് മുൻപ് ലഹരി കേസിലെ പ്രതിയാണ് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം TV വാർത്തയെ തുടർന്നാണ് റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. റമീസ് നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് സോനയുടെ സുഹൃത്ത് പറയുന്നത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, സോനയുടെ സുഹൃത്ത് അടക്കം നമ്മളോട് സംസാരിച്ചിരുന്നതാണ്. വളരെ ഗുരുതരമായ ആക്ഷേപമാണ് റമീസിനെതിരെ ആ കുടുംബവും ഒപ്പം സുഹൃത്തുക്കളും പങ്കുവയ്ക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, കോതമംഗലത്ത് 23-കാരിയായ സോന എൽദോസ് തൂങ്ങി മരിച്ചത് നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ആൺ സുഹൃത്തും കുടുംബവും നിർബന്ധിച്ചതിനെ തുടർന്നാണ് സോനയുടെ അമ്മയും സഹോദരനും ഒപ്പം തന്നെ സോനയുടെ സുഹൃത്തും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തായാലും നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ ഒരു ഇര തന്നെയാണ് സോന എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സോനയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോനയുടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ആ വാർത്ത കൊടുത്തതിന് പിന്നാലെ തന്നെ ഈ ആൺ സുഹൃത്തായ റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. സോ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് പ്രേരണ കുറ്റമാണ് ഇപ്പോൾ റമീസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആൺ സുഹൃത്തായ റമീസും അയാളുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളുമാണെന്നുള്ള കാര്യം. മതപരിവർത്തനം നടത്താൻ സോനയെ നിർബന്ധിച്ചു. പൊന്നാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. അതായത് ഈ മാസം 3-ാം തീയതി
രജിസ്റ്റർ മാരേജ് നടത്താമെന്ന് പറഞ്ഞ് റമീസ് ആലുവയിലുള്ള വീട്ടിലേക്ക് സോനയെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ റമീസിന്റെ ബന്ധുക്കളടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. ഒരു വാഹനത്തിൽ കയറ്റി സോനയെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തി. സോന പോകാൻ കൂട്ടാക്കാതിരുന്നതിനെ തുടർന്ന് സോനയെ മാതാപിതാക്കളും റമീസിന്റെ ബന്ധുക്കളും റമീസും ഒക്കെ ചേർന്ന് മർദ്ദിച്ചു. സോന ഇത് കൃത്യമായി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതിനൊന്നും തന്നെ കേസെടുത്തിട്ടില്ല. റമീസിനെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ സോനയുടെ വീട്ടുകാരെ വിളിച്ച് മൊഴിയെടുക്കാനോ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനോ ഒന്നും തന്നെ പോലീസ് ഈ സമയം വരെ തയ്യാറായിട്ടില്ല. തങ്ങളെ ഈ കാര്യങ്ങൾ റമീസിനെ കസ്റ്റഡിയിലെടുത്ത കാര്യം പോലും തങ്ങളെ അറിയിച്ചില്ല എന്നാണ് സോനയുടെ സഹോദരനും അമ്മയും അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സോനയുടെ ഒരു സുഹൃത്ത് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അവരോടാണ് സോന കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞത്. റമീസിൻ്റെ വീട്ടിൽ വെച്ച് മർദ്ദനമുണ്ടായപ്പോഴും സോന ഈ സുഹൃത്തായ ജോൺസിയെ വിളിച്ച് പറഞ്ഞു തന്നെ മർദ്ദിച്ചതായും പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതായും ഒക്കെ പറഞ്ഞു. ജോൺസി ആങ്ങളെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞതോടെയാണ് റമീസും കൂട്ടുകാരും ചേർന്ന് സോനയെ കോതമംഗലത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലേക്ക് വന്ന സമയം മുതൽ തന്നെ സോന കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സോനയുടെ അമ്മ അടക്കമുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും കോതമംഗലം ലവ് ജിഹാദ് കേസിൽ പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായത്. റമീസ് നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്നാണ് കുടുംബത്തിന്റെ വാദം. വിശദാംശങ്ങൾ നൽകിയത് നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്ന്. കൊട്ടാരക്കരയിൽ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ കേസെടുത്തിട്ടും അറസ്റ്റ് വൈകുകയാണ്. കൊട്ടാരക്കര പോലീസ് അന്വേഷണത്തിൽ നിസ്സംഗത കാണിക്കുന്നതായി കുടുംബം ആരോപിച്ചു. പോക്സോ വകുപ്പ് പ്രകാരമാണ് ഓയൂർ സ്വദേശി അൻവർ ഷായ്ക്കെതിരെ കേസെടുത്തത്. വാർത്തകളിലേക്ക്. പാലക്കാട് മണ്ണാർക്കാട് ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ക്ഷേത്ര കമ്മിറ്റി. സംഭവത്തിൽ ഹംസ, സജീർ എന്നീ 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ കൂടുതൽ പ്രതികളുണ്ട് എന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജാതിപ്പേര് അങ്ങനെ ഓരോന്ന് വിളിച്ചിട്ട് അന്നെ നാളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. എൻ്റെ ക്ഷേത്രം കത്തിക്കും, എൻ്റെ എന്നാ അച്ഛനും അമ്മേനെയും കത്തിക്കും. ഈ ദൈവങ്ങളല്ല കുഴപ്പം, കുഴപ്പം എന്നാ പറയും. ഞാൻ എന്ത് കുഴപ്പം കാട്ടി? ഇവിടെ ക്ഷേത്രം കയറ്റിയതാണോ കുഴപ്പം? ഇക്കിൻ്റെ ഉപാസനാ ദേവതകളെ വെച്ച് ആരാധിക്കാൻ പറ്റില്ല എന്നുണ്ടോ? കാരണം നിയമപ്രകാരം ദേവപ്രശ്നം വെച്ച് എൻ്റെ കുലപരമായിട്ടുള്ള ദൈവങ്ങളാണ്, അതിനെ വെച്ച് ആരാധിക്കാൻ എനിക്ക് അവകാശമുണ്ട് ഇല്ലേ? ഇതിൽ ആരൊക്കെ പങ്കാളികളുണ്ടോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. ഒരു ക്ഷേത്രം നശിപ്പിക്കുന്നത് ഞാൻ രാപ്പകൽ 12 വയസ്സിൽ തുടങ്ങിയതാണ് എൻ്റെ അധ്വാനം അത്. അപ്പോൾ അതിന് കോട്ടം തട്ടി ആരായാലും അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി 1 മണിക്കാണ് തച്ചമ്പാറ ചൂരിയോട് ശ്രീ പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ക്ഷേത്രത്തിന്റെ കവാടവും വാതിലും ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും വിഗ്രഹം തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. കൂടാതെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വികലാംഗനായ ക്ഷേത്ര പൂജാരിക്ക് നേരെയും ആക്രമണം നടന്നു. സംഭവത്തിൽ ചൂരിയോട് സ്വദേശികളായ ഹംസ, സജീർ എന്നിവരെ കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ 2 പ്രതികൾ മാത്രമല്ല, സംഭവത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രദേശത്തെ വാർഡ് മെമ്പർക്കുൾപ്പെടെ പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞു. ഗൂഢാലോചന ഉണ്ട് തന്നെയാണ് പറയാനുള്ളത്. കാരണം പക്ഷേ ഇതുവരെ 2 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 പേരല്ല. ഇതിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ആദ്യം 2 പേര് ഇവിടെ കടന്നു വരികയും ഏകദേശം 1 മണിക്ക് കടന്നു വന്ന് 3 മണി വരെ ഇവിടെ ആക്രമണം അഴിച്ചു വിട്ടിട്ട് 3 മണി കഴിഞ്ഞ് മൂന്നാമതൊരാൾ വന്നിട്ടാണ് ഇവരെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മൂന്നാമതൊരാൾ വന്നിട്ട് ഇനി മതി നിർത്ത് പോവാന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അപ്പോൾ അവരാരോ പറഞ്ഞു വിട്ട 2 പേരാണ് ഇവിടെ വന്നതെന്നാണ് അതിനർത്ഥം. പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ടിലോ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലോ ഒന്നും ഇങ്ങനെ ഒരു മൂന്നാമതൊരാളുടെ പേരോ അതിനെക്കുറിച്ച് പരാമർശമില്ല. അപ്പോൾ അതിൽ നമുക്ക് ശക്തമായ അതിൽ പ്രതിഷേധമുണ്ട്. ഇത് ആദ്യമായിട്ട് തിരിവളർത്തിയത് ഈ വാർഡിലെ മെമ്പറായ മുച്ചിരിപ്പാടൻ അബൂബക്കറാണ്. അയാളെ കൂടി ഇതിന് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അവരാണ് ആദ്യം ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി മേലാൽ ഒരു ഹിന്ദുവിൻ്റെ അമ്പലത്തിലേക്ക് ഇതുപോലൊരു ആക്രമണം അഴിച്ചുവിടാൻ പാടില്ല എന്നുള്ളതാണ്. ശക്തമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. അവർ മതി ഇവിടെ എന്നുള്ളത് അത്ര പറഞ്ഞ്, അതായത് ഹിന്ദുക്കൾ ഇവിടെ വേണ്ട എന്നുള്ളതാണ് പറഞ്ഞ്. അതായത് ഇവിടെ അടുത്തുള്ളവരോട് അന്വേഷിച്ചപ്പോൾ അതാണ് കേട്ട്. പിറ്റേ ദിവസം വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കും, അമ്പലത്തിൽ ഇട്ടിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂമാഫിയക്കാണ് അതിൽ ഏറ്റവും വലിയ പങ്ക്. കാരണം ഇവിടെ കുറേ സ്ഥലങ്ങൾ വാങ്ങലും വിൽക്കലും ഈ അമ്പലം കാരണത്തല്ല നടക്കണില്ല. അത് കാരണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മറവിലാണ് ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല സമയത്തും ഇതിൻ്റെ മുമ്പ് ഇതേപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയങ്ങളുണ്ട്. എന്തായാലും ഈ അമ്പലത്തിൽ പൂജാരി പറയുന്ന ആൾ ഒരു വികലാംഗനായ ഒരാളാണ്. പോരാത്തത് വയസ്സായ 10-75 വയസ്സായ അച്ഛൻ, 10-65 വയസ്സായ അമ്മ, അവർ 3 ആൾ താമസിക്കുന്ന വീടാണ്. ആ വീട്ടിൽ കയറിയിട്ടാണ് പല പ്രാവശ്യം ആക്രമിക്കാനും മറ്റുള്ളതിനും കയറിന്. അതുകൊണ്ട് അത് എന്തായാലും ശക്തമായിട്ട് നമ്മളിത് എതിർക്കണം. പോലീസ് വിശദമായ അന്വേഷണം നടത്തി മുഴുവൻ പ്രതികളെയും കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും
ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി എന്നീ ഹിന്ദു സംഘടനകൾ പറഞ്ഞു. ജനം, പാലക്കാട്. തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് നായയെ അടിച്ചുകൊന്ന കേസിൽ പ്രതികളെ പോലീസ് പിടികൂടി. പോത്തൻകോട് പോലീസാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. പന്തലക്കോട് സ്വദേശികളായ താരിഫ്, യാസിൻ എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനാണ് ചേരുന്നത്. പ്രജിത്ത്, ഒടുവിൽ ആ രണ്ടുപേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ സംഭവത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളൊരു ആശയക്കുഴപ്പം ഇപ്പോഴുണ്ട്. കാരണം ഈ പറയുന്ന രണ്ട് യുവാക്കൾ പിടിയിലായിട്ടുണ്ട്. താരിഫ, യാസിൻ എന്നുള്ളവരാണ് പിടിയിലായിരിക്കുന്നത്. പക്ഷേ ഇവർ ഏത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ നായയെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നുള്ളതിലൊരു വ്യക്തത ഈ നിമിഷവും വന്നിട്ടില്ല. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പോലീസ് പറയുന്നത് ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മുന്നേയുള്ള കേസുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഫിലിയേഷനുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. നേരത്തെ ഇന്റലിജൻസും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപ് വർക്കലയിലും മറ്റുമൊക്കെ ഉണ്ടായ ചില സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിൽ വിവരശേഖരണമൊക്കെ നടത്തിയിരുന്നു. ഇന്റലിജൻസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മുൻ കേസുകൾ അല്ലെങ്കിൽ പ്രയറായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമോ മറ്റോ ഉണ്ട് എന്നുള്ള കാര്യത്തിലോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കൃത്യം ഈ യുവാക്കൾ നടത്തിയത് എന്നുള്ളതിന് ഈ ഘട്ടത്തിലും വ്യക്തതയില്ല. അത് പോലീസ് തന്നെ വ്യക്തത വരുത്തേണ്ട വിഷയമാണ്. അതുവരെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങളിലേക്ക് പോകാൻ കഴിയും. എന്തായാലും ഈ യുവാക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്കാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതും ഈ പറയുന്ന രീതിയിൽ രണ്ട് യുവാക്കൾ വാഹനത്തിലെത്തി അവിടെ ഉണ്ടായിരുന്ന കരുണാകരൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ വളർത്തുനായെ ഈ സ്ഥാപനത്തിന് മുന്നിൽ വെച്ച് ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് മർദ്ദിച്ച് കൊല്ലുന്ന സാഹചര്യവും ഉണ്ടായത്. തലക്കടിച്ചാണ് കൊലപ്പെടുത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് നായയെ അടിച്ചുകൊന്ന കേസിലാണ് ഇപ്പോൾ പ്രതികളെ പോലീസ് പിടികൂടിയത്. പോത്തൻകോട് പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പന്തലക്കോട് സ്വദേശികളായ താരിഫ്, യാസിൻ എന്നിവരാണ് പിടിയിലായത്. പ്രജിത്ത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം ഉടൻ പ്രതീക്ഷിക്കുന്നതായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സൈന്യം പൂർണ്ണ സജ്ജമാണ്. സൈനികർ മാത്രമല്ല, രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നീതി നടപ്പാക്കിയെന്നും കരസേനാ മേധാവി പറഞ്ഞു. സിന്ധു നദിയിൽ ഡാമുകൾ നിർമ്മിച്ചാൽ തകർക്കുമെന്നും ആണവായുധത്തിന്റെ ശേഷിയും ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുമ്പോഴാണ് പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നതായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞത്. സൈന്യം എന്തിനും തയ്യാറാണ്, എന്നാൽ മിലിറ്ററി സംവിധാനങ്ങൾ മാത്രമല്ല, രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് പോരാടണമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. I will not have time to explain the 4 quadrants, but the non-kinetic quadrant is something which you can start today. And the next war, which we are looking at, it may happen soon, and we have to prepare accordingly, as already been brought out by Director, that in this we have to fight this battle together. This non-kinetic has to be fought together. So what are the deductions? That as far as whole of nation approach will be there for the next war, it is not the military alone which will be fighting. Let me assure you very clearly in this issue. As far as the grey zone is concerned, it's ever present, and this will remain. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നീതി നടപ്പാക്കിയെന്നും ചെസ്സിന് സമാനമായി കരുതലോടെ നീങ്ങിയാണ് വിജയം നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ നടപടിയുമാണ് വിജയത്തിന് കാരണം. യുദ്ധത്തിൽ ജയിച്ചതായി സ്വയം പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാൻ ഭരണാധികാരികളെയും കരസേനാ മേധാവി പരിഹസിച്ചു. അതിർത്തിയിൽ സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്, എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്നും പ്രകോപനമുണ്ടായാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. നിമിഷപ്രിയ കേസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മഹ്ദി. ക്രെഡിറ്റ് വേണ്ട എന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയോട് നുണപ്രചാരണം നടത്തരുത് എന്നും ഫത്താ മഹ്ദി ഫേസ്ബുക്കിൽ കുറിച്ചു. അനാവശ്യ അവകാശവാദങ്ങൾ നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്ക് പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തൽ. ഓണാഘോഷ പരിപാടിയിൽ നിന്നും ബലാത്സംഗ കേസ് പ്രതി വേടനെ ഒഴിവാക്കി മുഖം രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം. കോഴിക്കോട് ജില്ലയിൽ സർക്കാർ ഓണാഘോഷ പരിപാടിക്ക് റാപ്പർ വേടൻ എത്തുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് മുൻപ് അറിയിച്ചിരുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വേടന്റെ പരിപാടികൾ ഒഴിവാക്കിയത്. മാവേലിക്കസ് എന്ന് പേരിട്ട ഓണാഘോഷ പരിപാടിയുടെ പ്രഖ്യാപനവും ലോഗോ ലോഞ്ചിങ്ങും വേടൻ പങ്കെടുത്തിരുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് ചേരുന്നത്. ദിസ്ന, വിവാദങ്ങൾ കാരണം സർക്കാർ ഏറെ പ്രതിരോധത്തിലായി. ഏറ്റവും ഒടുവിൽ മുഖം രക്ഷിക്കാനായി ഒരു ഒഴിവാക്കൽ, അതാണോ സംഭവിച്ചിരിക്കുന്നത്?
തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വേടന്റെ വിഷയമായി റാപ്പർ വേടന്റെ വിഷയമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഏറെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. മുഖം രക്ഷിക്കാനുള്ള ഒരു അവസാന ശ്രമം എന്ന നിലയിലാണ് ഈ മാവേലിക്കസ് 2025 കോഴിക്കോട് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ് ഈ മാവേലിക്കസ് 2025. ഇതിന്റെ ലോഞ്ചിങ് നടന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 മാസം മുൻപാണ് ഇതിന്റെ ലോഞ്ചിങ് ഈ ഓണാഘോഷ പരിപാടിയുടെ നടന്നത്. അതിൽ മുഖ്യ അതിഥിയായാണ് ഈ റാപ്പർ വേടൻ പങ്കെടുത്തത്. ആ ദിവസം തന്നെ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് അടുത്ത ഈ ഓണാഘോഷ പരിപാടിയിൽ വേടന്റെ പരിപാടിയും ഉൾപ്പെടുത്തുമെന്നതായിരുന്നു മന്ത്രിയുടെ പോസ്റ്റ്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ വേടൻ പങ്കെടുക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് മുഹമ്മദ് റിയാസ് ഇല്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ വന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയത് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ കേസ് വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും ഈ വേടന്റെ കേസുമായി ബന്ധപ്പെട്ട സർക്കാർ ഉൾപ്പെടെ അല്ലെങ്കിൽ പോലീസ് ഉൾപ്പെടെ നടത്തുന്ന ഒരു സമീപനമൊക്കെ തന്നെ നമ്മൾക്കറിയാം. എന്തായാലും വേടനെ സംസ്ഥാന സർക്കാർ വാനോളം ഉയർത്തിയ കാഴ്ചയൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു. എന്തായാലും മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ പരിപാടിയിൽ നിന്നും വേടനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. രാഗി. ശരി ദിസ്ന, എന്തായാലും ഓണാഘോഷ പരിപാടിയിൽ നിന്ന് ബലാത്സംഗ കേസ് പ്രതി വേടൻ എന്ന റാപ്പറിനെ ഒഴിവാക്കി മുഖം രക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമമാണ് പുറത്ത് വരുന്നത്. എന്തായാലും നേരത്തെ ഈ പരിപാടിയിൽ റാപ്പർ പങ്കെടുക്കുമെന്ന് PM മുഹമ്മദ് റിയാസ് അനൗൺസ് ചെയ്തിരുന്നതാണ്. എന്തായാലും അതിൽ നിന്നൊക്കെ ഇപ്പോൾ തടിയൂരി എടുക്കുന്നുണ്ട് സർക്കാർ. ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിൽ ഉൾപ്പെട്ട റാപ്പർ വേടൻ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കേസെടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടും വേടനെ പിടികൂടാൻ സാധിക്കാത്ത പോലീസ് നടപടിയിൽ വ്യാപകമായി വിമർശനം ഉയരുന്നുണ്ട്. തിരികെ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമ വിവാദത്തിൽ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തി. KGMC-TEA വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് തന്നെ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ മെസ്സേജ് ഇട്ടത്. കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടാമായിരുന്നു, പകരം പത്രസമ്മേളനം നടത്തി തന്നെ സമൂഹത്തിന് മുന്നിൽ കള്ളനാക്കിയെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്നാണ് ഡോക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. എന്നാൽ തന്റെ പരാജയം കാണാനും ഉപകരണങ്ങൾ കാണാതായ വിഷയത്തിൽ എന്നെ കുടുക്കാനും സഹപ്രവർത്തകർ പ്രവർത്തിച്ചുവെന്ന് KGMC-TEA വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഹാരിസ് തുറന്നെഴുതി. സംഘടന ഒപ്പമുണ്ടായിരുന്നു, എന്നാൽ കൂട്ടത്തിലെ 1-2 പേർ തന്നെ പിന്നിൽ നിന്നും കുത്താൻ ശ്രമിച്ചുവെന്നും ഡോക്ടർ ഹാരിസ്. എൻ്റെ പ്രശ്നങ്ങൾ എന്നെ പോലെ മനസ്സിലാക്കേണ്ട എൻ്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിൻ്റെ എല്ലാ മേലധികാരിക്കുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പോൾ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിൽ എടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒരവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. തെറ്റായ റിപ്പോർട്ടുകൾ മേളിലേക്ക് കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ളതാണ്. ശരിയായി പരിശോധിച്ച് എൻ്റെ വിശദീകരണം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തെറ്റുണ്ട നടപടി എടുത്തോട്ടെ. നമ്മൾ ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ലാവും. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാതായി എന്ന ആരോപണം വന്ന ദിവസം തന്നെ താൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഫോണിൽ വിളിച്ചെങ്കിലും നേരിട്ടെത്താൻ ആവശ്യപ്പെട്ടെങ്കിൽ വിശദീകരണം നൽകുമായിരുന്നു. പരസ്പരം ബന്ധമുള്ള ആളുകൾ വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ പൊതുയിടത്തിൽ കള്ളനാക്കിയെന്നും ഡോക്ടറുടെ പ്രതികരണം. കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവർക്ക് എന്നോട് എന്തു ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. അവർക്ക് എന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റപ്പെടുത്തി, ഒരുപാട് കാലം ഒരുമിച്ച് പഠിച്ചവരും ജോലി ചെയ്തവരും തന്നെ പിന്നിൽ നിന്നും കുത്തി ക്രൂസിഫൈ ചെയ്തുവെന്നും ഡോക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രിൻസിപ്പാളിനും DMAക്കുമെതിരെ പരാതി ഒന്നുമില്ല, പക്ഷേ മാനസികമായി എല്ലാവരും തന്നെ വേദനിപ്പിച്ചുവെന്നാണ് ഡോക്ടറുടെ പ്രതികരണം. ജനം, തിരുവനന്തപുരം. RSS ഇടപ്പള്ളി ദേവൻകുളങ്ങര ശാഖ സ്വയം സേവകർ രക്ഷാബന്ധൻ ആഘോഷിച്ചു. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് തൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. മഹാനഗർ പര്യാവരൺ സംയോജക് J. വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹത്തിന് ഇന്ന് അതിലുപരിയായിട്ട് നമ്മുടെ രാഷ്ട്രം ഈ ഒരു കാഴ്ചപ്പാട്
നെഹ്റു ട്രോഫി ജലമേളയിൽ പുന്നമടയിലെ ഓളപ്പരപ്പിൽ വീരനാകാൻ വീയപുരം ചുണ്ടൻ അങ്കത്തട്ടിലേക്ക്. വീയപുരം കിഴക്കേക്കരയിൽ വള്ളപ്പുരയിൽ നിന്ന് നീറ്റിലിറക്കിയ വീയപുരം ചുണ്ടൻ ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ സ്പോൺസർഷിപ്പിൽ തുഴയുന്ന വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ തുഴക്കരുത്തിലാണ് പുന്നമടയിൽ പോരിനെത്തുന്നത്. ചുണ്ടൻ വള്ളങ്ങളിൽ ഇളമുറക്കാരനാണെങ്കിലും നെഹ്റു ട്രോഫി ജലമേളയിലെ വെള്ളിക്കപ്പിനായുള്ള പോരാട്ടത്തിൽ വീയപുരം ചുണ്ടന് പറയാനുള്ളത് അഭിമാന പോരാട്ടങ്ങളാണ്. കഴിഞ്ഞ നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിൽ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട വെള്ളിക്കപ്പ് അതേ ടീമിന്റെ കരുത്തിൽ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിന് ശക്തി പകരുകയാണ് ഈസ്റ്റേൺ ഗ്രൂപ്പ്. നെഹ്റു ട്രോഫിയിൽ മുത്തമിടുകയെന്ന ലക്ഷ്യം മാത്രമാണ് വീയപുരം ചുണ്ടനെ പുന്നമടയിലെത്തിക്കുന്ന വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിക്കുള്ളത്. ടീമിന് പൂർണ്ണ പ്രോത്സാഹനവുമായി ഈസ്റ്റേൺ എത്തുമ്പോൾ വീയപുരം ചുണ്ടന്റെ ആരാധകർക്കും തുഴച്ചിൽക്കാർക്കും ആത്മവിശ്വാസം ഏറുകയാണ്. നമുക്ക് ഈ വിജയത്തിന്റെ മധുരവും രുചിയും ഷെയർ ചെയ്യാം എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രാവശ്യം വീയപുരം ചുണ്ടന് എല്ലാ വിജയാശംസകളും നേരുന്നതിനോടൊപ്പം തന്നെ ഈസ്റ്റേനോടുള്ള നന്ദിയും സ്നേഹവും വീയപുരത്തിന്റെ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. നമ്മളുടെ ടേസ്റ്റ് പാർട്ട്ണറാണ് ഈസ്റ്റേൺ. വീയപുരത്തിന്റെ ടേസ്റ്റ് പാർട്ട്ണറാണ്. നമ്മളുടെ കായിക താരങ്ങളുടെ ഊർജ്ജ തന്മാത്രകൾക്ക് രുചിക്കൂട്ട് നൽകുന്നത് ഈസ്റ്റേൺ ആണ് ഈ വർഷം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിജയത്തിന് ഇരട്ടി മധുരം ഉണ്ടായിരിക്കും, കൂടുതൽ രുചി ഉണ്ടായിരിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഈസ്റ്റേൺ ഗ്രൂപ്പ് നെഹ്റു ട്രോഫി ജലമേളയിൽ ആദ്യമായി ഒരു ചുണ്ടൻ വള്ളത്തെ സ്പോൺസർ ചെയ്യുമ്പോൾ വിജയത്തിൽ കുറച്ചൊന്നും അവരും പ്രതീക്ഷിക്കുന്നില്ല. വളരെയധികം പ്രതീക്ഷയുണ്ട്. ഇതുപോലെ വില്ലേജ് ബോട്ട് ക്ലബ്ബ്, അതുപോലെ വീയപുരം ചുണ്ടൻ, ഇവരായിട്ട് ഈസ്റ്റേൺ അസോസിയേറ്റിയിൽ നിന്ന് വളരെയധികം അഭിമാനവും പ്രതീക്ഷയും സന്തോഷവുമുണ്ട്. ഇക്കൊല്ലം ഇവർ തന്നെ നെഹ്റു ട്രോഫി ബോട്ട് ക്ലബ്, നെഹ്റു ട്രോഫി റേസ് കപ്പടിക്കുന്നത് നമ്മൾ വളരെയധികം പ്രതീക്ഷയുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ലെവലിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഈസ്റ്റേൺ ഇതിനു മുമ്പും നെഹ്റു ട്രോഫി ബോട്ട് റേസ് അതുപോലെ ക്ലബ്ബുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു ലെവലിൽ നമ്മൾ ആദ്യമായിട്ടാണ്. ഇന്നു മുതൽ കൈനകരിയിൽ പമ്പയാറ്റിലാണ് ടീമിന്റെ പരിശീലനം. ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ സ്പോൺസർഷിപ്പിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ ചിട്ടയായ പരിശീലനത്തിലൂടെ വെള്ളിക്കപ്പിൽ മുത്തമിടാനാകുമെന്ന പ്രതീക്ഷയാണ് വീരു എന്ന വീയപുരം ചുണ്ടന്റെ ആരാധകർക്കും ഉള്ളത്. ജനം, ആലപ്പുഴ. ഗാസയെ ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള സൈനിക നടപടി ഉടനെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ ജനത മുഴുപട്ടിണിയിലാണ് എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വ്യാഖ്യാനം വാസ്തവ വിരുദ്ധമെന്നും അദ്ദേഹം പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗാസയിലെ സൈനിക നടപടി സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപുമായി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. ഗാസ ഏറ്റെടുക്കാനുള്ള സൈനിക നടപടി ഉടൻ ആരംഭിക്കുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഡൊണാൾഡ് ട്രംപുമായി കാര്യം ചർച്ച ചെയ്തതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത് ഹമാസിനെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഗാസയിൽ കടുത്ത ദാരിദ്ര്യവും പട്ടിണിയുമാണെന്ന വ്യാപക പ്രചരണം വിദേശ മാധ്യമങ്ങൾ നടത്തുന്നുവെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശദീകരിച്ചത്. ഗുരുതരമായ ജനിതക ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ തെറ്റായി പ്രചരിക്കുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു. The first one is Osama al-Rakoub. He is in Italy getting treatment because Israel got him out. That's what he looks like today. He has a genetic disease that damages the lungs and digestive system. It makes it hard to absorb nutrients and gain weight. Okay? So Israel facilitated Osama's travel to Italy, where he got the medical aid that transformed his position. The third one is the most celebrated one. This is a New York Times cover photo. It's on the front page of Muhammad Zakaria Ayub and his mother. Muhammad Zakaria Ayub is suffering from a genetic illness which you're familiar with. It's called cerebral palsy. His mother is well fed and his brother is healthy. I'm looking right now into the possibility of a governmental suit against the New York Times because this is outrageous. Of course, the correction was postage size. I don't know where it was buried. ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിൽ ഗാസ ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ നീക്കം ഉടൻ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഗാസ ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് ഇന്നലെ ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് സൈനിക നടപടിക്കുള്ള നീക്കം. ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടിയെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകര പ്രവർത്തനം നടത്തിയ ഹമാസ് ഭീകരനെ വധിച്ച ഇസ്രായേൽ. ഗാസയിലെ അൽ ജസീറ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫിനെയാണ് സേന വകവരുത്തിയത്. റോക്കറ്റ് ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇതിന് തെളിവായി രഹസ്യാന്വേഷണ രേഖകളും വിവരങ്ങളും പുറത്തുവിട്ടു. വംശനാശ ഭീഷണിയിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ ഏഷ്യൻ സിംഹങ്ങൾ. രാജ്യത്ത് ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് റിപ്പോർട്ട്. അതിശയകരമായ വർധനയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. രാജ്യത്ത് നിലവിൽ 891 ഏഷ്യൻ സിംഹങ്ങളാണ് ഉള്ളതെന്നാണ് കണക്ക്. 5 വർഷത്തിനുള്ളിൽ 32% വർധന ഉണ്ടായെന്നാണ് 16ാമത് ലയൺ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. 2020 674 സിംഹങ്ങളും 2015 523 എണ്ണവുമാണ് രാജ്യത്തുണ്ടായിരുന്നത്. അതായത് 5 വർഷത്തിനിടെ 32%, ഒരു ദശാബ്ദത്തിനിടെ 70% വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ സമയം രാജ്യത്തിനും ഗുജറാത്തിനും അഭിമാനിക്കാം. ഏഷ്യൻ സിംഹങ്ങളുടെ ലോകത്തിലെ ഏക വസതിയായാണ് ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖല അറിയപ്പെടുന്നത്. വന്യജീവി സംരക്ഷണത്തിൽ വിജയത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഏഷ്യൻ സിംഹങ്ങൾ. ലോകത്തെവിടെയെങ്കിലും ഏഷ്യൻ സിംഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗിർ വന്യജീവി സങ്കേതത്തിൽ മാത്രമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നിരന്തരമായ സംരക്ഷണ ശ്രമങ്ങളാണ് രാജ്യത്തെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പിന്നീട് പ്രധാനമന്ത്രിയായും പ്രോജക്ട് ലയണിന് നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയാണെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ബിഗ് ക്യാറ്റ് കുടുംബത്തിൽ കടുവ കഴിഞ്ഞാൽ വലുപ്പത്തിൽ രണ്ടാമതുള്ള ജീവിയാണ് ഏഷ്യൻ സിംഹം. ഗുജറാത്തിലെ ഗിർ വനങ്ങളിലും ആഫ്രിക്കയിലെ സബ് സഹാറൻ പ്രദേശങ്ങളിലുമാണ് ഏഷ്യൻ സിംഹങ്ങൾ ഇന്ന് അവശേഷിക്കുന്നത്. 1978 ഇന്ത്യയിലെ സിംഹങ്ങളുടെ എണ്ണം വെറും 200 ആയിരുന്നു. 1972 വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാൻ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം. ഉത്സവ സീസണിലെ യാത്രയ്ക്ക് വമ്പൻ ഓഫറുമായി റെയിൽവേ. റൗണ്ട് ട്രിപ്പ് പാക്കേജ് എന്ന പദ്ധതിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ നിശ്ചിത ദിവസങ്ങളിലേക്ക് ഒരേ ട്രെയിനിൽ ഇരുവശങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് മടക്കയാത്രയിൽ 20% ഇളവ് നൽകും. ഒക്ടോബർ 13 മുതൽ 26 വരെ യാത്ര ചെയ്യുന്നവർ അതേ ട്രെയിനിലാണ് നവംബർ 17-നും ഡിസംബർ 1-നും ഇടയിൽ മടങ്ങുന്നതെങ്കിൽ ഇളവ് ലഭിക്കും. ഓഗസ്റ്റ് 14 മുതലുള്ള ടിക്കറ്റ് ബുക്കിംഗിൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. കൺഫേംഡ് ടിക്കറ്റിന് മാത്രമായിരിക്കും ഈ ആനുകൂല്യം. ഈ സ്കീമിന് കീഴിൽ ടിക്കറ്റ് എടുത്ത് റദ്ദാക്കിയാൽ റീഫണ്ട് ഉണ്ടാകില്ല. 2 യാത്രകളിലും മാറ്റങ്ങളും അനുവദിക്കില്ല. റെയിൽവേയുടെ ബുക്കിംഗ് വെബ്സൈറ്റിലെ കണക്റ്റിംഗ് ജേർണി ഫീച്ചർ ഉപയോഗിച്ച് ഈ പാക്കേജ് ബുക്ക് ചെയ്യാം. രാജധാനി, ശതാബ്ദി, തുരന്തോ എന്നീ ട്രെയിനുകളിലെല്ലാം ഈ ആനുകൂല്യം ലഭിക്കും. 2 ഭാഗങ്ങളിലേക്കുമുള്ള യാത്രയും ഒരേ ട്രെയിനിലാകണം. മടക്കയാത്രയുടെ ടിക്കറ്റ് നിരക്കിലാണ് ഇളവ് ലഭിക്കുക. ആവശ്യകതയ്ക്കനുസരിച്ച് ടിക്കറ്റ് നിരക്ക് ഉയരുന്ന ട്രെയിനുകളിൽ ഇളവ് ലഭിക്കില്ല. 2 യാത്രാ ടിക്കറ്റുകളും ഒരാളുടെ പേരിൽ തന്നെ ബുക്ക് ചെയ്യുകയും വേണം. ന്യൂസ് ഡെസ്ക് ജനം. ഇടുക്കി പീരുമേട് പ്ലക്കത്തടം വനവാസി ഉന്നതിയിൽ കാട്ടാനയാക്രമണം. 4 വീടുകൾ കാട്ടാന തകർത്തു. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. കാട്ടാന ആക്രമണത്തെ തുടർന്ന് ഭീതിയിലാണ് പ്രദേശവാസികൾ. 1 ഡസനിലധികം കാട്ടാനകളാണ് പീരുമേട് പ്ലാക്കത്തടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. സ്ഥിരമായി എത്തുന്ന കാട്ടാനകൾ നിലവിൽ വീടുകൾക്ക് നേരെയും ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. വാളാംതോട്ടിൽ ഷെറിന്റെ വീടിന്റെ ഭിത്തികൾ കാട്ടാന ഇടിച്ചു നശിപ്പിച്ചു. സമീപത്തെ 3 വീടുകളുടെ ജനൽ ചില്ലുകളും വീടിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന വീട്ടുപകരണങ്ങളും കാട്ടാന തകർത്തു. പ്രദേശവാസികൾ സംഘം ചേർന്ന് ബഹളം കൂട്ടിയും പടക്കം പൊട്ടിച്ചും മണിക്കൂറുകൾക്ക് ശേഷമാണ് കാട്ടാനകളെ ഇവിടെ നിന്ന് തുരത്തിയത്. വീടുകളിലെത്തി കാട്ടാനക്കൂട്ടം ആക്രമണം തുടങ്ങിയതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇക്കഴിഞ്ഞ രാത്രിയിൽ തന്നെ 4 വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ജനങ്ങളാകെ ഭീതിയിലാണ്. ഇന്ന് രാത്രിയിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കാട്ടാനകളുടെ അതിരൂക്ഷമായ ശല്യമാണ്. അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു പ്രതിവിധി ഉണ്ടാകേണ്ടതാണ്. മേഖലയിൽ നാളുകളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുമുണ്ട്. കടുത്ത സാമ്പത്തിക നഷ്ടത്തെ തുടർന്ന് പലരും കൃഷി ഉപേക്ഷിച്ചു. മേഖലയിൽ വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന ആരോപണവും ശക്തമാണ്. ജനം, ഇടുക്കി. കോഴിക്കോട് പോലീസ് ചമഞ്ഞ് 35 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 3 പേർ പോലീസ് പിടിയിൽ. ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാമെന്ന് പറഞ്ഞായിരുന്നു മലപ്പുറം സ്വദേശിയിൽ നിന്ന് പണം തട്ടിയെടുത്തത്. പണത്തിന്റെ ഉറവിടം അന്വേഷിച്ചെത്തിയ പോലീസ് എന്ന വ്യാജേന തട്ടിപ്പ് സംഘം പണവുമായി മുങ്ങുകയായിരുന്നു.
കടലുണ്ടി സ്വദേശി വസീം, പുത്തൂർമഠം സ്വദേശി ഷംസുദ്ദീൻ, കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരെയാണ് പന്തീരങ്കാവ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ വർഷം ഹൈലൈറ്റ് മാളിൽ വെച്ചായിരുന്നു ആസൂത്രിതമായ തട്ടിപ്പ് നടന്നത്. ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാമെന്ന വസീമിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച പരിചയക്കാരനായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി 35 ലക്ഷം രൂപയുമായി മാളിലെത്തുകയായിരുന്നു. രണ്ടുപേരും ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കവേ എത്തിയ സംഘം പോലീസാണെന്ന് പറയുകയും പണം എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. തുടർന്ന് പണവുമായി കസ്റ്റഡിയിലെടുക്കുന്നതായി അറിയിക്കുകയായിരുന്നു. സംഘം പണവുമായി കടന്നുകളഞ്ഞ ശേഷമാണ് വസീമും സുഹൃത്തുക്കളും ഒരുക്കിയ നാടകമാണിതെന്ന് യുവാവ് മനസ്സിലാക്കിയത്. തുടർന്ന് പന്തീരങ്കാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പന്തീരങ്കാവ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ജനം, കോഴിക്കോട്. കൊച്ചി നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 3 ദിവസം. വാട്ടർ അതോറിറ്റിയുടെ കടവന്ത്ര ഓഫീസ് ഉപരോധിച്ച നാട്ടുകാർ പ്രശ്നം പരിഹരിക്കാമെന്ന പതിവ് പല്ലവിയുമായി വാട്ടർ അതോറിറ്റിയും രംഗത്തെത്തി. വൈറ്റില സബ് ഡിവിഷന്റെ കീഴിലുള്ള കടവന്ത്ര, വെണ്ണല, കലൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ വെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളായി. ടാങ്കർ ലോറികളെ പോലും ആശ്രയിക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ 1 മാസത്തിൽ കൂടുതലായി ചെറുതായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കണം. ഇപ്പം ഞങ്ങൾക്ക് ഒരു 15 ദിവസമായിട്ടൊരു തുള്ളി വെള്ളം വരുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞങ്ങളിവിടെ വന്ന കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊരു 9 ദിവസം 10 ദിവസമായി ആശ്രമലയിലാണ്, കലൂർ ഭാഗത്ത് ആശ്രമലയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം എന്ന് പറഞ്ഞ ഒരു 75 വയസ്സ് 80 വയസ്സുള്ള കുറേ അന്തേവാസികൾ താമസിക്കേണ്ട അവിടെ. പിന്നെ അമൃത ടിവിയുടെ അടുത്താണ്. വെള്ളം വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. ടാങ്കിൽ ഞാൻ പൈപ്പിൽ 2 ദിവസം മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു ഓസിട്ട് വലിക്കണത് പൈപ്പിൽ കൂടെ, എന്നിട്ടും വരുന്നില്ല വെള്ളം. പ്രദേശ കല്ലൂർ, അതുപോലെ തന്നെ കടവന്ത്ര, പിന്നെ നമ്മുടെ തമ്മനം, പുന്നൂർ എന്നീ ഭാഗങ്ങളിൽ ഒരാഴ്ചയായിട്ട് അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് എന്നാണ് അവിടുത്തെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏകദേശം 190 MMD ഈ കുടിവെള്ളം ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ 60 MMD മാത്രമേ ഇവിടെ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ഈ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിരിക്കുന്ന ഈ അവസരത്തിൽ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഈ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഏറെ നേരം വാട്ടർ അതോറിറ്റിയുടെ കടവന്ത്ര ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ച നാട്ടുകാർ പ്രശ്നം പരിഹരിക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ മടങ്ങി. വാർഷിക അറ്റകുറ്റപ്പണിക്കായി 4 ദിവസങ്ങൾക്ക് മുമ്പ് ആലുവയിൽ നിന്നുള്ള പമ്പിങ് നിർത്തിവെച്ചിരുന്നു. തുടർന്ന് ബാക്കി പ്രദേശങ്ങളിൽ വെള്ളമെത്തിയെങ്കിലും നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും ജലവിതരണം പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ജനം, കൊച്ചി. ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ കൊലക്കേസ് പ്രതിക്ക് അടിയന്തര പരോൾ അനുവദിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. പ്രതിയുടെ ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇത്തരത്തിൽ പരോൾ അനുവദിച്ചാൽ നീതിന്യായ സംവിധാനത്തോട് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പിറന്നാളിനും കുട്ടികളുടെ പേരിടലിനും ചോറൂണിനുമൊക്കെ തടവുകാർക്ക് പരോൾ നൽകാൻ തുടങ്ങിയാൽ ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസം നഷ്ടമാകുമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ കൊലക്കേസ് പ്രതിക്ക് അടിയന്തര പരോൾ അനുവദിക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ പ്രതിയുടെ ഭാര്യയാണ് കൃത്രിമ ഗർഭധാരണത്തിലൂടെ 2 മാസം ഗർഭിണിയാണെന്നും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാൽ ഭർത്താവിന്റെ പരിചരണം അനിവാര്യമാണെന്നും കാട്ടി പരോളിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഭാര്യയുടെ ഗർഭകാല പരിചരണത്തിനായി തടവുകാരന് പരോളിന് അർഹതയില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇരയുടെ കുടുംബം ഈ സമൂഹത്തിലുണ്ടെന്ന് ഓർക്കണം. ഇത്തരത്തിൽ പരോൾ അനുവദിച്ചാൽ ഇരയ്ക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസം നഷ്ടമാകുന്നതിന് കാരണമാകും. ഇരയെ മറന്ന് ഒരു കോടതിക്കും കുറ്റവാളിക്ക് പരോൾ അനുവദിക്കാനാകില്ല. ഇരയുടെ താല്പര്യവും കുറ്റവാളികളുടെ അടിസ്ഥാന ആവശ്യവും പരിഗണിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാനാകൂ. കുറ്റവാളികൾക്ക് സാധാരണ പൗരന്മാരെ പോലെ ജീവിതം ആസ്വദിക്കാനാകില്ല. ചോറൂണും കുട്ടിയുടെ നൂലുകെട്ടും പറഞ്ഞ് പരോൾ അപേക്ഷകൾ വരുന്നുണ്ട്. ഇതൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രോത്സവം, പള്ളിപ്പെരുന്നാൾ, കുടുംബയാത്ര എന്നെല്ലാം പറഞ്ഞും പരോൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും ഹൈക്കോടതി വിമർശിച്ചു. ജനം, കൊച്ചി. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് മുകളിലൂടെ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ പോകുന്നതായി പരാതി. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് സുരക്ഷ ഇല്ലാത്തത്. നാളെയാണ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, മിഥുന്റെ മരണം നമ്മൾ ആരും മറന്നിട്ടില്ല.
ഇതിനിടയിലാണ് മറ്റൊരു ഉദ്ഘാടനം നാളെ നടക്കാൻ പോകുന്നത്. അതും മന്ത്രി എം പി രാജേഷാണ് നടത്താൻ പോകുന്നത്. ഒരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇപ്പോഴാകുമ്പോൾ അതിൽ ഒരു നടപടി എത്രയും പെട്ടെന്ന് സാധ്യമാവുകയും ചെയ്യും. അതുതന്നെയാണ് പ്രദേശവാസികളും ചൂണ്ടിക്കാട്ടുന്നത്, അല്ലേ? അതുതന്നെയാണ് ജനങ്ങളുടെ ആശങ്കയും. അതായത് ഈ തേവലക്കര സ്കൂളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു അപകടം നടന്നത്. പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിന്റെ ബഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന് മുകളിലൂടെ ഈ വൈദ്യുത ലൈൻ കടന്നു പോകുന്നത്. KSEBയുടെ വൈദ്യുത ലൈൻ കടന്നു പോകുമ്പോഴും താഴെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ കെട്ടിടത്തിൽ നിന്നും ഏകദേശം 1 മീറ്റർ പോലും ഉയരത്തിലല്ലാതെയാണ് ഈ KSEB ലൈൻ പോയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഈ നിലവിൽ ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ആ തേവലക്കര ബോയ്സ് സ്കൂളിലേക്കുള്ളത്. എന്തായാലും അവിടെ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നാട്ടുകാരും ആശങ്കയിൽ തന്നെയാണ്. കാരണം പുതുതായി ഒരു കെട്ടിടം വരികയാണ്. പക്ഷെ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആശങ്ക. കാരണം ഇങ്ങനെ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ കെട്ടിടത്തിന് തൊട്ടു മുകളിലൂടെയാണ് വൈദ്യുത ലൈൻ കടന്നു പോകുന്നത്. ഈ സംഭവവുമായി മനോജ്, മന്ത്രി എം പി രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ബഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന് മുകളിലൂടെയാണ് അപകടകരമായ രീതിയിൽ വൈദ്യുത ലൈൻ പോകുന്നത്. ഇതിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് at 2 PM കാണാം. നമസ്തേ.